Hi, good morning. Good morning. Good morning, ma'am. Okay. എല്ലാവർക്കും good morning. Good morning, ma'am. Okay, Shilpa, Chaitra, okay, Kaveri. Good morning, ma'am. Okay, good morning. Arunda. Okay. നിങ്ങൾ ഫസ്റ്റ് ടൈം ആയിരിക്കും എന്നെ കാണുന്നത്. ഓക്കെ, ഇഞ്ചു കരിഷ്മ ബാലു. ഓക്കെ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ഓക്കെ, ജെസിയ, ദിവ്യ. ഓക്കെ, ഫുഡൊക്കെ കഴിച്ചോ? എല്ലാവരും കഴിച്ചു അല്ലേ? ഓക്കെ, അപ്പൊ എന്റെ പേര് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ പേര് വന്ദന എന്നാണ് കേട്ടോ. ഓക്കെ, ബാക്കി രണ്ട് മിസ്സുമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സബീന, ഓക്കെ, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട്? ഇപ്പൊ 2-3 ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ഏതായാലും അറ്റൻഡ് ചെയ്തു അല്ലെ? ഓക്കെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എവിടെയൊക്കെ ഉള്ളവരാണ്? ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണോ? അതോ ദൂരെയുള്ള ആളുകളൊക്കെയാണോ? കോഴിക്കോട്, ഓക്കെ. എല്ലാവരാണ്? സബീന, ഓക്കെ. കൊല്ലം, ഇരിങ്ങാലക്കുട, ഓക്കെ. ഇരിങ്ങാലക്കുട കോഴിക്കോട് അടുത്താണ്. ആലപ്പുഴ, പത്തനംതിട്ട, തൃശ്ശൂര്, മലപ്പുറം, ഓക്കെ. രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട് അല്ലെ നമ്മുടെ ക്ലാസ്സിൽ? ഓക്കെ. കോഴിക്കോട്, ഓക്കെ. ഇടുക്കി, വയനാട്, ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാവരും പേഴ്സണൽ ആയിട്ട് പരിചയപ്പെടാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നുമില്ല, എങ്കിലും നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. പിന്നെ ക്ലാസ്സിനെ പറ്റിയൊക്കെ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ടായിരിക്കും. നിഷ മാമിന്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിരുന്നല്ലോ. ഓക്കെ, ദിവ്യ പാലക്കാട്. അപ്പൊ നമ്മള് പൊതുവെ നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഉച്ചാരണത്തിനകത്ത് 6 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. അപ്പൊ ഓരോ ടീച്ചർ 3 മിസ്സുമാരാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. ഓരോ മിസ്സുമാർക്കും ഇത്ര പോർഷൻസ് വെച്ച് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഓൺ മ്യൂട്ട് ചെയ്തിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുക. അത് വേറെ ഒന്നുകൊണ്ടല്ല, അതിൽ കുറച്ച് പേര് മാത്രമാണ് ലൈവ് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പൊ ബാക്കിയുള്ളവർ എല്ലാവരും റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്. അപ്പൊ അവർക്ക് നമ്മുടെ സംസാരം ബുദ്ധിമുട്ടാവരുത് റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഓൺ മ്യൂട്ട് ചെയ്തിട്ടായിരിക്കും നമ്മള് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ക്ലാസ്സുകൾക്കിടയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. മെസ്സേജ് ഒക്കെ നമുക്ക് കാണാൻ, നമ്മൾ വായിക്കാം, അതിനനുസരിച്ച് നമ്മള് ചെയ്യാം കേട്ടോ. പിന്നെ ക്ലാസ് കഴിയുന്നതിന്റെ അവസാനം നമ്മൾ അൺമ്യൂട്ട് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ ചോദിക്കാം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നുണ്ടായിരിക്കുക. പിന്നെ ഒരു ആവറേജ് ലെവലിൽ തന്നെയുള്ള എല്ലാവർക്കും ക്ലാസ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും ഉണ്ടാവില്ല, ആവറേജ് അല്ലേ? എല്ലാവരെയും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവുക കേട്ടോ. പിന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് എക്സാം പാറ്റേൺ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോ ഡെയിലി ഓരോ മിസ്സുമാരെ എടുക്കുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. ഈ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. ഇത് വേറെ ഒന്നുകൊണ്ടുമല്ല, എക്സാം അറ്റൻഡ് ചെയ്യുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കും. ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കാനായിട്ട് എനിക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ക്ലാസ് കേൾക്കുക മാത്രമല്ല, മാക്സിമം അത് ചെയ്യാം കേട്ടോ. ഞാൻ അറിയാം എല്ലാവർക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കും, ജോലിയുള്ള ആളുകൾ ഉണ്ടായിരിക്കും, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ അറിയാം. ഇടയിൽ കൂടെ ഏതായാലും ജോയിൻ ചെയ്തു നല്ല രീതിയിൽ അത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെ? അത് ചെയ്യാൻ കേട്ടോ. ഓക്കെ, പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. ഞാൻ മെസ്സേജ് ഒക്കെ അയക്കുമ്പോ പേരുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ പ്രത്യേകം പറയാണ്, ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് ജസ്റ്റ് ഒരു തമ്പ് മതി, വേറെ ഒന്നും വേണമെന്നില്ല കേട്ടോ. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണല്ലോ. ഓഫ്ലൈൻ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ നേരിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടും. പക്ഷെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് അങ്ങനെ സാധിക്കുന്നില്ല, നിങ്ങളെ കാണുന്നില്ല. അതുകൊണ്ട് പറയുമ്പോ എന്തെങ്കിലും ഓക്കെ ആണെങ്കിൽ ഓക്കെ അടിക്കണം കേട്ടോ. അപ്പൊ ആ രീതിയിൽ പരമാവധി ലൈവായിട്ട് പോകാനായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സെറ്റ് അല്ലേ എല്ലാവരും?
മാഡം റെക്കോർഡ് ക്ലാസ് എങ്ങനെ എടുക്കുന്നത്? റെക്കോർഡ് ഇന്നത്തെ ക്ലാസ്സിന്റെ റെക്കോർഡഡ് ക്ലാസ് നാളെ കിട്ടുള്ളൂ കേട്ടോ. നാളെ ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇന്ന് നടക്കുന്ന ക്ലാസ്സുകളിലെ റെക്കോർഡഡ് ക്ലാസ് നാളെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക കേട്ടോ. വേറെ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? ഓക്കെ, ഓക്കെ ആണല്ലോ. ശരി, വാട്സപ്പിലാണോ റെക്കോർഡ് ക്ലാസ് വരുന്നത്? നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂം ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലെ? ക്ലാസ് റൂമിലേക്കാണ് വരുന്നത് കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഓൾ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ നമ്പർ 1 ആണ് കേട്ടോ. ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM അല്ലെ? നമ്മൾ എടുത്തിരിക്കുന്ന കോഴ്സിനെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ലെ? ഓക്കെ, അപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ അണ്ടർലൈൻ ചെയ്യാൻ പറയുമ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, എന്തായാലും ഫസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ ഒരുപാട് സ്പീഡിലൊന്നും ക്ലാസ് എടുക്കുന്നില്ല. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കളക്ട് ചെയ്തിരുന്നോ? കിട്ടിയോ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക്? കിട്ടി? ഓക്കെ, പ്രശ്നമില്ല. ചില ക്ലാസ്സുകളിൽ നമ്മൾ കയറുമ്പോൾ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്കും ചിലർക്ക് കിട്ടിയിട്ടില്ല അല്ലെ? ഓക്കെ, കിട്ടാത്തവർ ഇത്രയും പെട്ടെന്ന് വാങ്ങുക കേട്ടോ. കുഴപ്പമില്ല, അത് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം സ്പീഡിൽ പോകുന്നില്ല. കാര്യം സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ടെക്സ്റ്റ് ഇല്ലാത്ത ആളുകൾ സ്ക്രീനിലൊന്ന് നോക്കാം കേട്ടോ. ഓക്കെ, അതൊക്കെ തന്നെ നമ്മൾ പോകുന്നുള്ളൂ കേട്ടോ. തുടക്കം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ എടുക്കാം. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഇപ്പൊ തുടങ്ങാണ് ഇൻട്രൊഡക്ഷൻ ടു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ശരിക്കും എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ? ആരെയാണ് ഉദ്ദേശിക്കുന്നത്? മെസ്സേജ് ചെയ്തോളൂ, കുഴപ്പമില്ല. ആരാണ് ഹ്യൂമൻ റിസോഴ്സസ്? അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല്? ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന സെറ്റ് ഓഫ് പീപ്പിൾ ആണ് അല്ലെ? ഒരു കൂട്ടം ആളുകളെയാണ് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്ന. ഓക്കെ, ജസ്മിനി പറഞ്ഞത് കറക്റ്റ് ആണ്. മാൻ പവർ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ഓക്കെ, കാവേരി കറക്റ്റ് ആണ്, മാൻ പവർ അല്ലെ? യെസ്, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്ന അവിടുത്തെ എന്താണ് ജീവനക്കാർ അല്ലെ? അവിടുത്തെ മാൻ പവർ എന്നൊക്കെ നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. ശരിക്കും പറഞ്ഞാല് ഏതൊരു ഓർഗനൈസേഷനെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അഥവാ അവിടുത്തെ മാൻ പവർ എന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കാം. കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് അവരെ ഏറ്റവും വലിയൊരു വാല്യൂബിൾ റിസോഴ്സ് ആണെന്ന് പറയാനുള്ള കാരണം എന്താണ്? കാര്യം എന്താണ്? അവർ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായ സ്കില്ലും നോളജും എക്സ്പീരിയൻസും എല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആളുകളാണ് അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും വലിയ ഒരു വാല്യൂബിൾ അസറ്റ്, ഈ വാല്യൂബിൾ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലെ? ഇറ്റ്സ് എ സെറ്റ് ഓഫ് പീപ്പിൾ ആണ്, ഒരു കൂട്ടം ആളുകൾ. നമുക്ക് അവരെ മാൻ പവർ എന്ന് പറയാം, ഹ്യൂമൻ ക്യാപിറ്റൽ എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം, മനുഷ്യ മൂലധനം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഒരു മിനിറ്റ്. യെസ്, അപ്പോ വോയിസ് ഒക്കെ ക്ലിയർ അല്ലേ എല്ലാവർക്കും? വോയിസ് ക്ലാരിറ്റി കുറവുണ്ടോ? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പോ നമ്മൾ പറഞ്ഞത് ഹ്യൂമൻ റിസോഴ്സസിനെ പറ്റിയാണ് അല്ലെ? അപ്പൊ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് മാൻ പവർ എന്ന് വിശേഷിപ്പിക്കാം, നിങ്ങൾ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ നമുക്ക് അവരെ ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയാം അല്ലെ? മനുഷ്യ മൂലധനം എന്ന് പറയാം. കാര്യം എന്താണ്? ഒരു സ്ഥാപനത്തിലെ ഏറ്റവും വലിയ റിസോഴ്സ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത്
അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. കാര്യം എന്താണ്, അവരുടേതായ സ്കില്ലും നോളജും എക്സ്പീരിയൻസും എല്ലാം തന്നെ ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഹ്യൂമൻ റിസോഴ്സസ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചുരുക്കി പറഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ കൈകാര്യം ചെയ്യുന്നതിന് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് എന്ത് വിശേഷിപ്പിക്കാം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാം. അവിടെയുള്ള മനുഷ്യ വിഭവങ്ങൾ അല്ലെ, അവിടെയുള്ള ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാൻഡിൽ ചെയ്യുന്നതിൽ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനങ്ങളെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് വിശേഷിപ്പിക്കാം. അതേ കാര്യം ശരിയാണ്, അവരെ കൺട്രോൾ ചെയ്യുക അല്ലെ. നമ്മൾ പറയുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല അല്ലെ, അവരെ മാനേജ് ചെയ്യുക, അവരെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ്, വളരെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ ലക്ഷ്യം എന്താണ്, നമ്മുടെ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ അവരെന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്ത് നമുക്ക് ഡിസൈറബിൾ ആവുന്ന, സ്ഥാപനത്തിന് ഡിസൈറബിൾ ആവുന്ന രീതിയിൽ അവരെ മാനേജ് ചെയ്ത് കൊണ്ടുവരുന്നത് അല്ലെ. ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല, അത്യാവശ്യം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കുറച്ച് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് അതിന്റെ മീനിങ് എന്താന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, മീനിങ് വായിക്കാം നമുക്ക്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് മീനിങ് can be defined as planning, organizing, directing, controlling, compensation, development, integration, maintenance, etc. of the human resources in order to achieve organizational, social and individual objectives. Okay, അതാണ് അതിന്റെ മീനിങ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, നമ്മുടെ സ്ഥാപനത്തിന്റെ അല്ലെ, ഓർഗനൈസേഷൻ സംഘടനാപരമായിട്ടും അതുപോലെ സാമൂഹികമായിട്ടും വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസുകളുടെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, ഇന്റഗ്രേഷൻ, മെയിന്റനൻസ്, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതിന് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടെ അത് മനസ്സിലാക്കാൻ ആ കൺസെപ്റ്റ് എന്താണ് ക്ലിയർ ആവണം. ഇവിടെ പറയുന്നുണ്ട് അല്ലെ, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, സംഘടനാപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ. അത് നമുക്കറിയാം, ഏതൊരു സ്ഥാപനത്തിനും അവരുടേതായ ചില മിഷൻസ് ഉണ്ടായിരിക്കും, അവരുടേതായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും, ഗോൾസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവണം. അത് നേടിയെടുക്കണം. അത് മാത്രമാണോ? അല്ല. ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഒരു പബ്ലിക്കില് അല്ലെ, ഒരു സൊസൈറ്റിയോട് അവർക്ക് എന്തുണ്ട്, ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെ. സൊസൈറ്റിയോട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ ഏതൊരു ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാലും അവര് ആ ഒരു സിറ്റുവേറ്റ് ചെയ്യുന്ന ആ ഒരു പബ്ലിക്കിൽ ആ ഒരു സൊസൈറ്റിയോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും അല്ലെ. പിന്നെന്താണ്, ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റീവ്സ്, വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, നമ്മൾ വർക്ക് ചെയ്യുന്നതിനുള്ള ആ ഒരു സാലറി അല്ലെങ്കിൽ ആ ഒരു കോമ്പൻസേഷൻ നമുക്ക് അവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് വേണം, നമ്മുടേതായ സ്കില്ലും നോളജും എക്സ്പീരിയൻസ് ഒക്കെ എക്സ്പോഷർ ചെയ്യാനും കൂടെ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതായിരിക്കും അല്ലെ. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കില്ലൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ കരിയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും അവിടെ ഉണ്ടാകും. അപ്പൊ അവിടെ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും ഉണ്ട്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ ആ രീതിയിൽ സംഘടനാപരമായിട്ടും സാമൂഹികമായിട്ടും വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സസുകളുടെ പ്ലാനിങ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു എന്താണ് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ്, നല്ല ടാലൻസുകളെ നമ്മൾ കണ്ടെത്തണം അല്ലെ. ഏറ്റവും നല്ല ടാലന്റുകളെ നമുക്ക് എന്ത് ചെയ്യണം, HR-ന്റെ ഹ്യൂമൻ റിസോഴ്സ് അതിന്റെ നീഡ്സുകൾ അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ടാലൻസുകൾ നമുക്ക് കണ്ടെത്തണം, അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ നമ്മൾ തയ്യാറാക്കണം അല്ലെ. അതാണ് പ്ലാനിങ്ങിൽ ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്താണ്, ഓർഗനൈസിങ് ആണ് അല്ലെ. നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ സ്ട്രാറ്റജികളും നല്ല നല്ല ടാലൻസുകളെയൊക്കെ കണ്ടെത്തി അവരെ ശരിയായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം അല്ലെ. ശരിയായ രീതിയിൽ നമ്മൾ അവരെ ഡയറക്റ്റ് ചെയ്യണം. ഓക്കെ, ദെൻ വരുന്നത് എന്താണ്, അതെ ഓർഗനൈസിങ്, അത് തന്നെ അവര് ഡിവൈഡ് ചെയ്യണം അല്ലെ. ദാറ്റ് മീൻസ് നമ്മൾ ഓരോ ജോബ് റോളുകൾ വരുമ്പോൾ
ഓരോരോ ജോബ് റോളുകൾക്കും അനുയോജ്യരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് അവരെ കണ്ടെത്തി അവരെ കൃത്യമായിട്ട് നമ്മൾ ഓരോരോ ജോബ് ടൈപ്പിലേക്ക് ആയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം അല്ലെ. പിന്നെ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം അല്ലെ. അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ ഡയറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇതൊക്കെ കാര്യങ്ങളാണ്, ഇതൊക്കെ HR ഫംഗ്ഷൻസുകളാണ് കേട്ടോ. പിന്നെ കൺട്രോളിങ് അല്ലെ, അവരെ റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ അവരെ മോണിറ്റർ ചെയ്യണം, അവരെ ഇവാലുവേറ്റ് ചെയ്യണം അല്ലെ. അവരുടെ പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് നമ്മൾ മോണിറ്റർ ചെയ്ത് അവരെ ഇവാലുവേറ്റ് ചെയ്യണം. പിന്നെ എന്താണ്, കോമ്പൻസേഷൻ അല്ലെ. കോമ്പൻസേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട എന്താണ്, ശമ്പളം, മറ്റാനുകൂല്യങ്ങള് അല്ലെ, റിവാർഡ്സ്, അങ്ങനെയുള്ള ഇൻസെന്റീവ്സ്, അങ്ങനെയുള്ള കോമ്പൻസേഷൻസ് അവർക്ക് കൊടുക്കണം. ദെൻ ഡെവലപ്മെന്റ് അല്ലെ, അവരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവരുടെ സ്കില്ല്, അവരുടെ നോളജ്, അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിനിങ്ങും മറ്റുമൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും അല്ലെ. ചിലപ്പോൾ ഓൺ ജോബ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ അവർക്ക്, വർക്ക്ഷോപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, അവരുടെ സ്കില്ലും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. അവർക്ക് വേണ്ട ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ദെൻ ഇന്റഗ്രേഷൻ ആണ് അല്ലെ, അവരെ പറയുന്ന എല്ലാ HR ഫംഗ്ഷൻസിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് അവരെ ആ ഒരു ഓർഗനൈസേഷന്റെ ഭാഗമാക്കി മാറ്റണം. ദെൻ മെയിൻ്റനൻസ്, അങ്ങനെയുള്ള നല്ല ടാലൻസുകളെ നമ്മൾ ആ ഒരു സ്ഥാപനത്തിൽ എപ്പോഴും റീറ്റെയിൻ ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം. ഇങ്ങനെയുള്ള ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞതെല്ലാം തന്നെ എന്താണ്, HR ഫംഗ്ഷൻസുകളാണ് അല്ലെ. HR ഫംഗ്ഷൻസ് ഈ രീതിയിൽ സംഘടനാപരമായിട്ടും സാമൂഹികമായിട്ടും വ്യക്തിപരവുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സുകളുടെ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിങ്, ഇതിനെയെല്ലാമാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരെ നമ്മൾ എന്ത് ചെയ്യാണ്, ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു പ്രാക്ടീസസ്, അതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഈ പ്ലാനിങ്ങും ഓർഗനൈസിങ്, ഡയറക്റ്റിങ്ങും മറ്റുള്ളതൊക്കെ കേട്ടോ. ദാറ്റ് ഈസ് കോൾഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായ കാര്യങ്ങള്? അത്രയേ ഉള്ളൂ. അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കണം കേട്ടോ. അതൊരു ഡെഫിനേഷൻ ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ദാറ്റ് മീനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്. കണ്ടുള്ള കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല അല്ലെ. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം അത് ചെയ്യാനായിട്ട് അല്ലെ. ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, കോമ്പൻസേഷൻ, ഡെവലപ്മെന്റ്, integration, maintenance, etc. of the human resources in order to achieve the organizational, social and individual objectives. Okay. Next നമ്മൾ പഠിക്കുന്നത് കൺസെപ്റ്റ് ഓഫ് HR. ഇതേ ഐഡിയ തന്നെയാണ് അവിടെ പറയുന്നത്, വേറെ രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. ആ ഒരു കൺസെപ്റ്റ്, ഓക്കെ, കൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താന്ന് നോക്കാം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, HRM or HR, is the strategic approach to the effective management of people in a company or organization such that they help the business gain a competitive advantage, and it is designed to maximum employee performance in service of an employee strategic objectives. Okay, എന്താണ് അവിടെ പറയുന്നത്? ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കമ്പനിയിലെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലെയോ ജീവനക്കാരെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചാണ്. ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന രീതിയിൽ അതിന് ആ ഒരു സ്ഥാപനവുമായിട്ട് എന്താണ് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നില്ല, അവർക്ക് ഡിസ്കെയിലബിൾ ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം? അവരുടെ സ്കില്ലും നോളജും ഒക്കെ നമുക്ക് എന്ത് ചെയ്തെടുക്കണം? മോൾഡ് ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതാണ് പറയുന്നത്, ഒരു സ്ഥാപനത്തിലെയോ ഒരു കമ്പനിയിലെയോ ജീവനക്കാരെ എന്ത് വേണം? അവരെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സ്ട്രാറ്റജിക് അപ്രോച്ചിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുവഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബിസിനസ്സിന് വളരെ നല്ല നേട്ടങ്ങൾ അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവരുടെ സ്കില്ലും നോളജ് ഒക്കെ ശരിയായിട്ട് മാനേജ് ചെയ്ത് ഒരു കറക്റ്റ് ആയിട്ടുള്ള HR മാനേജ്മെന്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ഥാപനത്തിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അതാണ് ഏറ്റവും മനസ്സിലാക്കുന്നത്. ഒരു സ്ഥാപനം സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അതുവഴി എന്താണ്? സ്ഥാപനത്തിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും കേട്ടോ. പിന്നെ മാത്രമല്ല, ഇറ്റ് ഈസ് ഡിസൈഡഡ് ടു മാക്സിമം എംപ്ലോയി പെർഫോമൻസ് ഇൻ സർവീസ് ഓഫ് എൻ എംപ്ലോയി സ്ട്രാറ്റജിക് ഒബ്ജക്റ്റീവ്സ്. എംപ്ലോയർ അല്ലെ, തൊഴിലുടമ എന്ന് പറയുന്നത് നമ്മുടെ മാനേജ്മെന്റ് ആയിക്കോട്ടെ,
ആ ഒരു മാനേജ്മെന്റിന്റെ അവരുടേതായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ആ ഒരു എംപ്ലോയിയുടെ കഴിവുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു അപ്രോച്ച് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണെന്ന് പറയുന്നത്. എംപ്ലോയർ മീൻസ് തൊഴിലുടമയാണ്, നമ്മുടെ മാനേജ്മെന്റ് ആണ്. ആ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ വേണം, ആ ലക്ഷ്യങ്ങൾ നമുക്ക് അറ്റൈൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ആ ഒരു പെർഫോമൻസ്, അവരുടെ കഴിവുകൾ പരമാവധി വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് നമ്മൾ ആ ഒരു HR മാനേജ്മെന്റ് ഡിസൈൻ ചെയ്യുന്നത്. അതിനൊരു സ്ട്രാറ്റജിക് അപ്രോച്ച് ആണ് നമ്മൾ അവിടെ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെന്താണ്? ദ സ്കോപ്പ് ഓഫ് HRM ഇസ് വെരി വൈഡ്. Personal aspect. This is concerned with the manpower planning, recruitment, selection, placement, transfer, promotion, training and development, layoff and retrenchment, remuneration, incentives, productivity, etc. സെയിം കാര്യം തന്നെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആ ഒരു സ്കോപ്പ് വളരെ വലുതാണെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ആസ്പെക്ട് കേട്ടോ. പേഴ്സണൽ എന്ന് പറഞ്ഞാല് എന്താണ് ഉദ്ദേശിക്കുന്നത്? സ്റ്റാഫുകളാണ് കേട്ടോ, ജീവനക്കാരാണ്. അവിടെയാണ് നമ്മൾ പേഴ്സണൽ എന്ന് പറയുന്നത് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പേഴ്സണൽ ആസ്പെക്റ്റിൽ എടുക്കുകയാണെങ്കിൽ അതിന്റെ സ്കോപ്പ് വളരെ വലുതാണ്. കാര്യം എന്താണ്? HRM എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത്, ദാറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മാൻ പവർ പ്ലാനിങ്. മാൻ പവർ മീൻസ് നിങ്ങൾ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സസ് അല്ലെ. അതിന്റെ പ്ലാനിങ് ഉണ്ട്, റിക്രൂട്ട്മെന്റ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, പ്ലേസ്മെന്റ് ഉണ്ട്, ട്രാൻസ്ഫർ ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്, ട്രെയിനിങ് ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ അവരുടെ ലേ ഓഫുകൾ അല്ലെ, അവർക്ക് പ്രതിഫലം കൊടുക്കുന്നുണ്ട്, അവര് പിരിച്ചുവിടുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിനകത്ത് നടക്കുന്നുണ്ട് അല്ലെ. റിമ്യൂണറേഷൻ, അവർക്കുള്ള ഇൻസെന്റീവ്സ്, അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുക, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഇത് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ശരിയല്ലേ? നമ്മൾ അവിടെയുള്ള മാൻ പവറിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നില്ല, ഐഡന്റിഫൈ ചെയ്യാണ് നമ്മൾ. ഐഡന്റിഫൈ ദ കറക്റ്റ് ടാലൻസിന് നമ്മൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല പല സ്ട്രാറ്റജികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നു. അതിനനുസരിച്ച് നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തൂല, ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യും അല്ലെ. റിക്രൂട്ട് ചെയ്ത് പിന്നെ അവർ സെലക്ട് ചെയ്യൂ അല്ലെ. എങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാം? നമ്മൾ ഇന്റർവ്യൂകൾ നടത്തി, ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മൾ അവരെ സെലക്ട് ചെയ്യും അല്ലെ. സെലക്ഷൻ വരുന്നുണ്ട്. ദെൻ പ്ലേസ്മെന്റ്, അവര് നല്ലൊരു ജോബ് പൊസിഷനിലോട്ട് നമ്മൾ പ്ലേസ് ചെയ്യാണ് അല്ലെ. പിന്നെ എന്താണ്? ട്രാൻസ്ഫർ, ചിലപ്പോൾ ആ ജോലിയിൽ ഇരുന്നു കൊണ്ട് അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ പുതിയ റോളുകളിലേക്ക് അവരെ പ്രൊമോട്ട് ചെയ്ത് നമ്മൾ വിടും അല്ലെ. പ്രൊമോഷൻ നടക്കുന്നുണ്ട്, ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, വിവിധ ജോബ് റോളുകളിലോട്ട് നമ്മൾ അവർ എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതിന് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അവരുടെ പെർഫോമൻസ് അനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, അവർക്ക് അവരുടെ സ്കില്ലും എബിലിറ്റിയും വർദ്ധിപ്പിക്കാനുള്ള ട്രെയിനിങ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസുകൾ, അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലേ ഓഫ് അല്ലെ, അവർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുന്നുണ്ട്. റീട്രെൻച്ച്മെന്റ് അല്ലെ, പിരിച്ചുവിടും. ചിലപ്പോൾ എന്ത് സംഭവിക്കും? ചില പെർഫോമൻസ് പുവറാണെങ്കിൽ, ചിലപ്പോൾ ഡിസൈറബിൾ അല്ലാത്തൊരു രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള എംപ്ലോയീസിനെ അവിടെ നിലനിർത്താൻ പറ്റും. നമുക്ക് അവർ ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് വരും. അതും അതിന്റെ ഭാഗമാണ് അല്ലെ. റീട്രെൻച്ച്മെന്റ് പിരിച്ചുവിടാം, അതുപോലെ അവർക്ക് റിമ്യൂണറേഷൻ, പ്രതിഫലം കൊടുക്കാം, അവർക്ക് വേണ്ട ഇൻസെന്റീവ്സ് അല്ലെ, നല്ല നല്ല പ്രചോദനങ്ങൾ അവർക്ക് കൊടുക്കാം, പ്രോത്സാഹനങ്ങൾ കൊടുക്കാം. അത് മോണിറ്ററി ആയിട്ടും കൊടുക്കാം, നോൺ മോണിറ്ററി ആയിട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. പിന്നെ എന്താണ്? പ്രൊഡക്ടിവിറ്റി, അതിലൂടെ നമുക്ക് അവരുടെ ആ ഒരു പ്രൊഡക്ടിവിറ്റി, അവരുടെ ഒരു ഉത്പാദനക്ഷമത നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ HR ഫംഗ്ഷൻസുകളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ പഠിച്ചത് വേറൊന്നുമല്ല, HRMന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി, ആ ഒരു കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്തു കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, അത് ജസ്റ്റ് വായിച്ചു നോക്കിയേ. ഓക്കെ ആണോ? അത്രയും താങ്കൾ ക്ലിയർ ആണോ? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാല് പ്രതിഫലമാണ് കേട്ടോ. റെമ്യൂണറേഷൻ, പ്രതിഫലം. ഓക്കെ, ശമ്പളമൊക്കെ കൊടുക്കില്ലേ അവർക്ക്? ശമ്പളം, മറ്റു ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കില്ലേ? അതൊക്കെ എന്താണ്? റെമ്യൂണറേഷൻ ആണ് കേട്ടോ, പ്രതിഫലം. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് മോഡൽസ് ഓഫ് HRM ആണ് കേട്ടോ.
HRM മോഡൽസ് ആണ്. ഒരു കാര്യം നമുക്ക് മനസ്സിലായി, ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു അപ്രോച്ചിലൂടെയാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നിട്ട് ഒരുപാട് ഫംഗ്ഷൻസുകൾ വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ഒരു പ്രോപ്പർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്ഥാപനത്തിനെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലായി. HRMന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ക്ലിയർ ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് മോഡൽസ് ഓഫ് HRM ആണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ ഹ്യൂമൻ റിസോഴ്സസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ചില മോഡൽസുകളാണ് ഇനി നമ്മൾ പരിചയപ്പെടാൻ കേട്ടോ. അപ്പൊ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു 4 മോഡൽസുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോഡൽസ് ഓഫ് HR. അപ്പൊ മനസ്സിലായല്ലോ. അതായത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന 4 മോഡലുകൾ. ഏതൊക്കെയാണ് ആ മോഡലുകൾ നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ ഫോംഗ്രൻ മോഡൽ ആണ് കേട്ടോ. ഫസ്റ്റ് വൺ ഫോംഗ്രൻ മോഡൽ, സെക്കൻഡ് വൺ ഹാർവാർഡ് മോഡൽ, തേർഡ് വൺ ഗസ്റ്റ് മോഡൽ ആൻഡ് ഫോർത്ത് വൺ ബാർവിക് മോഡൽ കേട്ടോ. ജസ്റ്റ് ആ മോഡൽ ഒന്ന് നിങ്ങൾ പരിചയപ്പെടണം. ഇതൊക്കെയാണ് ഫോംഗ്രൻ മോഡൽ, ഹാർവാർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ ആൻഡ് ബാർവിക് മോഡൽ. അപ്പൊ ഈ മോഡൽസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോ മോഡലുകൾക്കും അതിൻ്റെതായ ചില പ്രത്യേകതകൾ. എന്താണ് പ്രത്യേകതകൾ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി പോവുക കേട്ടോ. ആ പ്രത്യേകത തന്നിട്ട് ചിലപ്പോ നിങ്ങളോട് ചോദിക്കുക ഏത് മോഡലാണ്, ഏത് മോഡൽ ഓഫ് HRM ആണ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ആ രീതിയിൽ നിങ്ങളത് മനസ്സിലാക്കി പോവുക കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ആദ്യത്തെ മോഡൽ എന്താണ്? ഫോംഗ്രൻ മോഡലാണ് കേട്ടോ. എന്താണ്? ഫോംഗ്രൻ മോഡലാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ. 1984 1984 ഈ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് നോക്കാം. അപ്പൊ നോക്കാം കേട്ടോ. എന്താണ് ഈ മോഡലിൽ പറയുന്നത്? The four functions are selection, appraisal, development and reversal. And these 4 constituent components of HRM and are expected to contribute to the organizational effectiveness. അതായത് ഫോംഗ്രൻ മോഡലിൽ പറയുന്നത് എന്താണെന്നറിയോ? HRMന്റെ 4 പ്രധാനപ്പെട്ട കമ്പോണൻസുകളാണ് ഒരു സ്ഥാപനത്തിന്റെ ഇഫക്റ്റീവ്നെസ്സിലൂടെ ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. അതായത് നമുക്കറിയാം HR ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് HRMുമായിട്ട് ബന്ധപ്പെട്ട 4 പ്രധാനപ്പെട്ട കമ്പോണന്റുകളാണ് ഒരു ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ്സിലൂടെ ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മോഡല് പറയുന്നത്. അപ്പൊ ഓർക്കാനും എളുപ്പമുണ്ട്. ഫോംഗ്രൻ എഫിലല്ലേ തുടങ്ങുന്നത്. ഫോം എന്ന് പറയുമ്പോൾ ഒരു ഫോറിന് നിങ്ങൾ ചിന്തിക്കുക. അപ്പൊ ഫോർ മീൻസ് 4 കമ്പോണൻസ് ആണ്. ഏതൊക്കെയാണ് 4 കമ്പോണന്റ്, 4 ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് സെലക്ഷൻ ആണ്. സെലക്ഷൻ അതായത് ശരിയായിട്ടുള്ള ടാലന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക അല്ലെ. നല്ല നല്ല ടാലന്റുകളായിട്ടുള്ള വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തത് അപ്രൈസൽ ആണ്. അപ്രൈസൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഫോർ ഇവാലുവേറ്റിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ്. അതായത് ഒരു എംപ്ലോയിയുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ അപ്രൈസൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ശരിയായൊരു ടാലന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. ഒരു പെർട്ടിക്കുലർ ജോബ് റോള് വന്നു കഴിഞ്ഞാൽ ആ ജോബ് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ആരാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിന് മാർഗങ്ങളുണ്ട്, ടെസ്റ്റുകളുണ്ട്, ഇന്റർവ്യൂസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നത് ആണല്ലോ. അപ്പൊ നല്ലൊരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യും. പിന്നെ അപ്രൈസൽ ആണ്. അവരുടെ പെർഫോമൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദെൻ ഡെവലപ്മെന്റ്. ഡെവലപ്പ് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ കഴിവുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം അല്ലെ. അതിനുവേണ്ടി ചിലപ്പോൾ ട്രെയിനിങ് കൊടുക്കേണ്ടതായിട്ട് വരും, വർക്ക്ഷോപ്സും മറ്റുമൊക്കെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്യുക. ദെൻ റിവാർഡ്സ്. അവർക്ക് വേണ്ടി പ്രതിഫലം കൊടുക്കുക. അവർ ചെയ്യുന്ന പെർഫോമൻസിനനുസരിച്ചുകൊണ്ട് അവർക്ക് എന്ത് കൊടുക്കുക? റിവാർഡുകൾ കൊടുക്കുക. ഈ 4 HR ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷന്റെ സക്സസിലൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ മോഡലിൽ പറയുന്നത്. The 4 components of HRM ആണ്. ഏതൊക്കെയാണ് 4 കമ്പോണന്റ് എന്ന് ഓർത്ത് വെക്കുന്നത് കേട്ടോ. സെലക്ഷൻ, then എന്താണ്? അപ്രൈസൽ, ഡെവലപ്മെന്റ്, റിവാർഡ്സ്. അപ്പൊ ഈ 4 components of HRM അതാണ് ഏറ്റവും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു മോഡല് പറയുന്നത്. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ the 4 functions are selection, appraisal, development and rewards. These 4 constituent components of HRM and are expected to contribute to the organizational effectiveness. Okay, clear ആണല്ലോ.
ഓക്കെയാണോ? മനസ്സിലായോ? ഓരോന്നിന്റെ പ്രത്യേകത മനസ്സിലാക്കി പോവാം കേട്ടോ. ഓരോ മോഡൽ എങ്ങനെയാണുള്ളത്. രണ്ടാമത്തത് ഹാർവാർഡ് മോഡലാണ് കേട്ടോ. ഇതാണ് ഹാർവാർഡ് മോഡൽ. ഹാർവാർഡ് മോഡലിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽസ് ഓഫ് HRM ആണ് കേട്ടോ. അതാണ് ഹാർവാർഡ് മോഡൽ. അതായത് ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും അതുപോലെ ഏറ്റവും HRM-ആയിട്ട് സ്വാധീനം ചെലുത്തുന്ന ഏറ്റവും ഒരു നല്ല മോഡലാണ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് ഹാർവാർഡ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. ഈ മോഡലാണ് ഹാർവാർഡ് മോഡൽ. ഈ മോഡലിന്റെ ആരാണ് ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? അവിടെ പറയുന്നുണ്ട്, ഇറ്റ് വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ ദ സെവറൽ എക്സ്പേർട്സ് ലെഡ് ബൈ മൈക്കിൾ ബിയർ കേട്ടോ. ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെക്കണം, മൈക്കിൾ ബിയർ. മൈക്കിൾ ബിയർ ഇൻ 1984 അറ്റ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി കേട്ടോ. അപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയില് 1984 മൈക്കിൾ ബിയർ എന്ന വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ കുറച്ച് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ടീമുമാണ് ഈ ഒരു മോഡല് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അത് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ഒന്നാമത്തെ നമ്മൾ പഠിച്ചത് ഇറ്റ് ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ മോഡൽ. ഏത് മോഡലാണ്? ഹാർവാർഡ് മോഡൽ. ആരാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തത്? 1984 ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ മൈക്കിൾ ബിയർ ആണ് കേട്ടോ. മൈക്കിൾ ബിയറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ആ ഒരു എക്സ്പേർട്ട് ടീമുമാണ് ഈ ഒരു മോഡല് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എന്താണ് ഈ മോഡലിൽ പറയുന്ന കാര്യം? എന്താണ്? കോംപ്രന്റ് മോഡലിൽ നമ്മൾ 4 കമ്പോണൻസ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഹാർവാർഡ് മോഡലിലോട്ട് വരുമ്പോൾ 5 കമ്പോണൻസുകളാണ് ഒരു ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് ഈ ഒരു മോഡലിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെയാ നോക്കാം. ദ ഹാർവാർഡ് മോഡൽ ഈസ് ഓപ്പറേറ്റിംഗ് വിത്ത് 5 സിഗ്നിഫിക്കന്റ് കമ്പോണൻസ്. കണ്ടോ, 5 കമ്പോണൻസ് ഓഫ് HRM. അതാണ് പ്രധാനമായിട്ടും ഒരു ഓർഗനൈസേഷന്റെ സക്സസ്ഫുള്ളിലൂടെ നയിക്കുന്നതെന്നാണ് ഹാർവാർഡ് മോഡൽ സജസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് ആ 5 കമ്പോണന്റ് എന്ന് പറയുന്നത്? ഒന്ന്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. സെക്കൻഡ് വൺ, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്. തേർഡ് വൺ, HRM പോളിസീസ്. ഫോർത്ത് വൺ, HRM ഔട്ട്കംസ്. ദെൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, long-term consequences the organization is set out to accomplish. ഏതൊക്കെയാണ് 5 കമ്പോണന്റ് എന്ന് പറഞ്ഞത്? ഒന്ന്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സാഹചര്യ ഘടകങ്ങൾ എന്നൊക്കെ പറയും. ചിലപ്പോൾ ആ ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കൾച്ചർ ആവാം, ആ സ്ഥാപനത്തിന്റെ കൾച്ചർ ആവാം, ടെക്നോളജി ആവാം, അവരുടെ ഒരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ആവാം. അതിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട് അല്ലെ, അവരുടെ ഒരു സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്. ദെൻ സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീൻസ് പാർട്ട്നേഴ്സ് ആണ്. ആ ഒരു സ്ഥാപനത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ അവരുടെ താല്പര്യം, പ്രത്യേകിച്ച് ആ ഒരു സ്ഥാപനത്തിന്റെ ഷെയർ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിന്റെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതിന്റെ സ്ഥാപകർ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള പാർട്ട്നേഴ്സ്, അവരുടെ താല്പര്യങ്ങള്. പിന്നെ HRM പോളിസീസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പോളിസികൾ. ഇപ്പൊ നല്ല പോളിസികൾ നടപ്പിലാക്കി കഴിഞ്ഞാല് നമുക്ക് നല്ലൊരു റിസൾട്ട് അതിൽ നിന്ന് കിട്ടും അല്ലെ. നല്ല നല്ല പോളിസികൾ നമ്മൾ നടപ്പിലാക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു ഔട്ട്കം കിട്ടും അല്ലെ. അപ്പൊ HRM പോളിസികൾക്ക് അവിടെ പ്രാധാന്യമുണ്ട്. അതിലൂടെ HRM ഔട്ട്കംസ്, നല്ല പോളിസികൾ നടപ്പിലാക്കിയാൽ നല്ല ഔട്ട്കം ആയിരിക്കും നമുക്ക് ലഭിക്കുക അല്ലെ. അതിന് ലഭിക്കുന്ന HRM ഔട്ട്കംസ്, പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസ്. ദെൻ ലോങ് ടേം കോൺസിക്വൻസസ് ഓഫ് ദ ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾ. ഈ 5 കമ്പോണന്റുകളാണ്. ഈ 5 കമ്പോണന്റുകൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരു ഓർഗനൈസേഷന്റെ ഇഫക്റ്റീവ്നെസ് നിർണ്ണയിക്കുന്നത് എന്നാണ് ഹാർവാർഡ് മോഡൽ പറയുന്നത്. അവിടെ പഠിക്കാനുള്ള പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഹാർവാർഡ് മോഡൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1984 ആരാണ്? മൈക്കിൾ ബിയറാണ്. പിന്നെ 5 കമ്പോണൻസുകളാണ് പ്രധാനമായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ് 5 കമ്പോണന്റ്? സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്, HRM പോളിസീസ്, നല്ല പോളിസികളാണെങ്കിൽ നല്ല ഔട്ട്കം കിട്ടില്ലേ നമുക്ക്, HRM ഔട്ട്കംസ്, ലോങ് ടേം കോൺസിക്വൻസസ്, ദാറ്റ് മീൻസ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഓർഗനൈസേഷൻ. ഇതാണ് ഈ പറയുന്ന 5 കമ്പോണന്റ്. ഓക്കെ ആണോ? ഹാർവാർഡ് മോഡൽ മനസ്സിലായോ നിങ്ങൾക്ക്? കോംപ്രന്റ് മോഡല് 4 എണ്ണം, ഹാർവാർഡ് മോഡല് 5 കമ്പോണന്റ് ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഗസ്റ്റ് മോഡലാണ് കേട്ടോ. ഇതാണ് ഗസ്റ്റ് മോഡൽ. ഗസ്റ്റ് മോഡലിൽ നമ്മള് ഇന്ന കമ്പോണന്റുകളിലൊന്നും പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. അവർ ആകെ പറയുന്ന കാര്യം എന്താണെന്ന് അറിയൂ, ഒരു HR മാനേജർക്ക്, ഒരു ഹ്യൂമൻ റിസോഴ്സ് HR മാനേജർ, അവർക്ക് നല്ല നല്ല പോളിസികൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നല്ല സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു സ്ഥാപനത്തിനെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് ഗസ്റ്റ് മോഡൽ പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന കമ്പോണന്റ് എന്നൊന്നും അവരിവിടെ എടുത്തു പറയുന്നില്ല.
അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷന്റെ നല്ലൊരു ഇഫക്റ്റീവ്നെസ്സിലേക്ക് HR മാനേജറിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് മാത്രമാണ് ബെസ്റ്റ് മോഡലിനകത്ത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അവിടെ കമ്പോണൻസ് ഒന്നും പഠിക്കാനില്ല. അത് മനസ്സിലാക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ HR മാനേജർ ഒരു നല്ല നല്ല സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ഓർഗനൈസേഷന് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ആ ഒരു മോഡലിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് വായിച്ചു നോക്കാം. ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പഠിക്കണം കേട്ടോ. ദിസ് മോഡൽ വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ഗസ്റ്റി 1997 കേട്ടോ. 1997 ഡേവിഡ് ഗസ്റ്റ് എന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഒരു മോഡല് ഡെവലപ്പ് ചെയ്തത്. അതുകൊണ്ടാണ് അതിന്റെ പേര് ഗസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് കേട്ടോ. വർഷം ഓർത്ത് വെക്കണം കേട്ടോ. 1997 ഇതിന്റെ പേരെന്താണ്? ഡേവിഡ് ഗസ്റ്റ് കേട്ടോ. അവരാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ മോഡൽ പറയുന്നത്? ദിസ് മോഡൽ emphasizes on the assumption that the HR manager has a specific strategies to begin with, which demand certain practices and when executed will result in outcomes. കണ്ടോ? അതായത് HR മാനേജർക്ക് എത്രത്തോളം ഈ ഒരു എന്താണ് സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്നതിന് HR മാനേജർക്ക് വലിയൊരു റോൾ അവിടെ ഉണ്ട്. അപ്പൊ HR മാനേജർക്ക് നല്ല നല്ല സ്പെസിഫിക് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ, അതും ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല അത് ശരിയായ രീതിയിൽ നടപ്പിലാക്കുക, എക്സിക്യൂട്ട് ചെയ്യുന്നതിലൂടെ ആ ഒരു സ്ഥാപനത്തിന് നല്ലൊരു നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്നാണ് ഈ ഒരു മോഡലിനകത്ത് പറയുന്നത്. നമ്മൾ പറഞ്ഞത് നല്ല ഔട്ട്കംസ് ഉണ്ടാവും പറഞ്ഞു. എന്തൊക്കെ ഔട്ട്കംസുകളാണ് ഉണ്ടായിരിക്കുക അത് നോക്കിയേ. ദീസ് ഔട്ട്കംസ് ഇൻക്ലൂഡ് ബിഹേവിയറൽ വേണ്ടിയിട്ട് ഫോമ വേണം കേട്ടോ. ബിഹേവിയറൽ, പെർഫോമൻസ് റിലേറ്റഡ് ആൻഡ് ഫിനാൻഷ്യൽ റിവാർഡ്സ് കേട്ടോ. എന്തൊക്കെ ഔട്ട്കംസുകളാണ് നമുക്ക് അതിന് ലഭിക്കാം? ബിഹേവിയറൽ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറഞ്ഞാല് നമുക്ക് വർക്ക് ചെയ്യുന്ന ജീവനക്കാരെ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥാപനത്തിന് ഡിസൈറബിൾ ആവുന്ന രീതിയിൽ നല്ല നല്ല ബിഹേവിയറൽ ചേഞ്ചസ് അവരിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അല്ലെ. നമ്മളൊരു ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമ്മളിൽ പല പല ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവും. നമ്മൾ ആ സ്ഥാപനത്തിന്റെ ഡിസിപ്ലിനുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും അല്ലെ. അപ്പൊ എന്താണ്, ആ ഒരു സ്ഥാപനത്തിന് അനുകൂലമാകുന്ന രീതിയിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പാലിച്ചുകൊണ്ട് നല്ലൊരു ബിഹേവിയറൽ ചേഞ്ചസ് അതിലൂടെ ഉണ്ടാക്കിയെടുക്കാം അല്ലെ. അതൊരു നല്ലൊരു ഔട്ട്കം അല്ലേ. പിന്നെന്താണ്, പെർഫോമൻസ് റിലേറ്റഡ്. നമുക്ക് അവിടുത്തെ പെർഫോമൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതും നല്ലതല്ലേ. എത്രത്തോളം ഒരു എംപ്ലോയി അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഇംപ്രൂവ് ചെയ്യുന്നോ അത്രത്തോളം ഫിനാൻഷ്യൽ റിവാർഡ്സ് അല്ലെ, ആ ഒരു സ്ഥാപനത്തിന് ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റബിലിറ്റി നമുക്ക് വളരെയധികം ലഭിക്കുകയും ചെയ്യും. ശരിയല്ലേ? അപ്പൊ നല്ല നല്ല ഔട്ട്കംസുകളാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. അതിന് എന്ത് വേണം? HR മാനേജർ നല്ല സ്ട്രാറ്റജികൾ അവർ ഫോളോ ചെയ്യണം, നടപ്പിലാക്കണം. നല്ല സ്ട്രാറ്റജി നടപ്പിലാക്കിയിട്ടുണ്ടോ നല്ലൊരു സക്സസിലോട്ട് നയിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഔട്ട്കംസ് എന്തൊക്കെയാവാം? ബിഹേവിയറൽ ആയിട്ടുള്ള ഔട്ട്കംസ്, ദാറ്റ് മീൻസ് ഡിസൈറബിൾ ബിഹേവിയറൽ ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റും, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതിലൂടെ നമുക്ക് നല്ല ഫിനാൻഷ്യൽ റിവാർഡ്സ്, ദാറ്റ് മീൻസ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി നേടിയെടുക്കാനും സാധിക്കും. ഇതാണ് ബെസ്റ്റ് മോഡലിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, 1997 ഡേവിഡ് ഗസ്റ്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ബെസ്റ്റ് മോഡൽ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ നമുക്ക് പഠിക്കാനുള്ളത് വാർവിക് മോഡലാണ് കേട്ടോ. ഇതാണ് വാർവിക് മോഡൽ. വാർവിക് മോഡലിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു മോഡല് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഹാർവാർഡ് മോഡൽ പറഞ്ഞു തുടങ്ങിയതിലേക്ക് 5 കമ്പോണന്റുകളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ ഹാർവാർഡ് മോഡൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് വാർവിക് മോഡൽ. ഇനി എന്താണ് ഈ മോഡലിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു മോഡലില് കുറച്ചും കൂടെ സമഗ്രമായിട്ടുള്ള ഒരു രീതിയിലാണ് അവര്, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ആണ് അവിടെ എടുത്തിരിക്കുന്നത്. അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശകലനാത്മകമായിട്ടുള്ള രീതിയിൽ, വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് ഈ പറയുന്ന HR ഫംഗ്ഷൻസിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് അവര് ആ ഒരു മോഡല് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് വാർവിക് മോഡലിന്റെ പ്രത്യേകത. അപ്പൊ നമുക്ക് നോക്കാം. The Warwick HRM model was constructed by the researchers Chris Henry and Andrew Pettigrew at the University of Warwick in the early 1990s. കേട്ടോ, അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 1990 ആ ഒരു തുടക്കത്തില് നമ്മുടെ വാർവിക് യൂണിവേഴ്സിറ്റിയിലെ 2 വ്യക്തികളെ അവരുടെ പേര് നോക്കാം. ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രിയ പെറ്റിഗ്രൂ കേട്ടോ. ഇവര് 2 പേരുമാണ് ഈ ഒരു മോഡല് എന്ത് ചെയ്തത്, നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഈ ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്തത് ഇവര് 2 പേരുമാണ്, ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ പെറ്റിഗ്രൂ. ഓക്കെ,
ഇനി ഡെവലപ്ഡ് ഫ്രം ദ ഹാർവാർഡ് മോഡൽ. നേരത്തെ പറഞ്ഞതാണ് ഹാർവാർഡ് മോഡലിൽ നിന്നുമാണ് ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. പിന്നെ ഈ ഒരു മോഡലിന്റെ പ്രത്യേകത നോക്കി അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം. ദിസ് HRM framework represents an analytical approach to HRM. നമ്മുടെ HRMലേക്ക് ഉള്ള HRMന്റെ ഒരു വളരെ അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് സജസ്റ്റ് ചെയ്യുന്ന മോഡൽ ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് വാർവിക് മോഡലാണ്. എന്ന് പറഞ്ഞാല് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ വിശകലനാത്മകമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള രീതിയിൽ, അതായത് നമ്മൾ ഓരോ HRന്റെ ഫംഗ്ഷൻസുകളും നമ്മൾ പറഞ്ഞു, പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി HR ഫംഗ്ഷൻസ് പറഞ്ഞു. അതിൽ ഓരോ ഫംഗ്ഷൻസിനെയും നമ്മൾ പ്രത്യേകം അനലൈസ് ചെയ്ത് അതിന്റെ ബെനിഫിറ്റ്സുകളും ഡ്രോബാക്കുകളൊക്കെ മനസ്സിലാക്കി ഇംപ്രൂവ് ചെയ്യേണ്ട രീതികളൊക്കെ കണ്ടെത്തി അതിലേക്ക് ഇംപ്രൂവ് ചെയ്ത് അപ്പൊ വളരെ അനലിറ്റിക്കൽ ആയിട്ടാണ് അവിടെ സമീപിക്കുന്നത്. അത്രയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോരോ കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. സോ നിങ്ങളോട് ചോദിക്കാം, വിച്ച് മോഡൽ സജസ്റ്റ് ആൻ അനലിറ്റിക്കൽ അപ്രോച്ച് ടു HRM? ഏത് മോഡലാണ്? വാർവിക് മോഡൽ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? മനസ്സിലായില്ലേ? അപ്പൊ 4 മോഡലുകളാണ് കേട്ടോ. ഇതൊക്കെയാണ് ഫോംഗ്രൺ മോഡൽ, ഹാർവാർഡ് മോഡൽ, ഗസ്റ്റ് മോഡൽ, വാർവിക് മോഡൽ. ഓർക്കുന്നുണ്ടല്ലോ, ഫോംഗ്രൺ എന്ന് പറയുമ്പോൾ 4x4 എന്നുണ്ട് കേട്ടോ. ആ 4 കമ്പോണന്റ് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. പിന്നെ ഹാർവാർഡ് അല്ലെ, ഹാർവാർഡ് മോഡൽ ആരാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? മൈക്കിൾ ബിയർ ആണ്. ഓക്കെ, 5 കമ്പോണന്റ് ആണ് കേട്ടോ. സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, സ്റ്റേക്ക് ഹോൾഡർ ഇൻട്രസ്റ്റ്, HRM പോളിസി, HRM ഔട്ട്കം, എന്താണ് അവരുടെ ഒരു ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ഗസ്റ്റ് മോഡൽ ഇന്ന് കമ്പോണന്റ് എന്നൊന്നും പറയുന്നില്ല. ഒരു HR മാനേജർ ഒരു നല്ല സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ഒരു ഓർഗനൈസേഷൻ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. എന്തൊക്കെ നേട്ടങ്ങളാണ് അതിനകത്ത് വരുന്നത്? ബിഹേവിയറൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാവും, പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ട്, ഫിനാൻഷ്യൽ റിവാർഡ്സ്, അങ്ങനെ എല്ലാ രീതിയിലുമുള്ള ഔട്ട്കംസ് നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. വാർവിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രിസ് ഹെൻറി, ആൻഡ്രൂ എം പീവ് ആണ്, പെറ്റിഗ്യൂ ആണ്. ഇത് നമ്മുടെ ഹാർവാർഡ് മോഡലിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളോട് ചോദിക്കാം, ഒരു HRMലേക്കുള്ള അനലിറ്റിക്കൽ അപ്രോച്ച് സജസ്റ്റ് ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് വാർവിക് മോഡൽ. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി, അത്രയും ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കി. ക്ലിയർ ആണോ നോക്കി? വാർവിക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് നമ്മൾ ഹാർവാർഡ് മോഡലിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. തൊട്ട് മുമ്പ് നമ്മളൊരു ഹാർവാർഡ് മോഡൽ പഠിച്ചിരുന്നു, അതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് വാർവിക് മോഡൽ. ഓക്കെ, ഈ വാർവിക് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ക്രിസ് ഹെൻറി ആൻഡ് ആൻഡ്രൂ എം പെറ്റിഗ്യൂ എന്ന് പറയുന്ന 2 വ്യക്തികളാണ് കേട്ടോ. പേര് നോട്ട് ചെയ്യണം, ക്രിസ് ഹെൻറി, ആൻഡ്രൂ എം പെറ്റിഗ്യൂ. ഇവര് 2 പേരുമാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ HRMന്റെ ഒരു അനലിറ്റിക്കൽ അപ്രോച്ച് ആണ് ഈ ഒരു മോഡല് സജസ്റ്റ് ചെയ്യുന്നത്. അനലിറ്റിക്കൽ അപ്രോച്ച് എന്ന് വെച്ചാൽ വളരെ എന്താ പറയാ, ഓരോ HR ഫംഗ്ഷൻസിനെ വളരെ സമഗ്രമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അവിടെ HRM മാനേജ്മെന്റ് നിർവഹിക്കുന്നത്. ആ ഒരു രീതിയിലുള്ള അനലിറ്റിക്കൽ അപ്രോച്ച് ആണ് ഈ വാർവിക് മോഡല് സജസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വളരെ സമഗ്രമായിട്ട് തന്നെ HRM ഫംഗ്ഷൻ അനലൈസ് ചെയ്ത് അതിന്റെ ഡ്രോബാക്കും ബെനിഫിറ്റുകളൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് ആ രീതിയിൽ നമ്മൾ HR മാനേജ്മെന്റ് നിർവഹിക്കുന്ന അനലിറ്റിക്കൽ അപ്രോച്ച് സജസ്റ്റ് ചെയ്തിട്ടുള്ളത് വാർവിക് മോഡലാണ് കേട്ടോ. ഓക്കെ, അത്രയും വേണ്ടത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ജസ്മിനി ഇതിലുണ്ടായിരുന്നു, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഉണ്ടായിരുന്നോ? ജസ്മിനിയുടെ പേര് ഞാൻ ഇവിടെ കണ്ടല്ലോ. ആ, H8 ആയിരുന്നില്ലേ ജസ്മിനി? ജസ്മിനിയുടെ പേര് കണ്ടപ്പോഴേ പെട്ടെന്ന് ഞാനത് ആർത്തത്. ഫസ്റ്റ് ബാച്ച് ആയിരുന്നല്ലോ. ജസ്മിനി ഇതിലും ജോയിൻ ചെയ്തല്ലേ? അപ്പൊ വീണ്ടും കാണാറായല്ലോ.
നെക്സ്റ്റ് കേട്ടോ. അടുത്തത് നോക്കാം. നമുക്ക് ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഭാഗത്തോട്ട് നമ്മൾ പോകാൻ. അപ്പൊ നമ്മൾ HRMന്റെ മീനിങ് മനസ്സിലാക്കി, കൺസെപ്റ്റ് ക്ലിയർ ചെയ്തു, 4 മോഡലുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ ഇങ്ങനെ ചോദ്യം വരാം, ഈ മോഡലുകളുടെ പ്രത്യേകതകൾ തരും. ഈ പ്രത്യേകത തന്നിട്ട് ഏത് മോഡലാണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കും കേട്ടോ. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന മോഡലാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് HR കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങളാണ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഇത് തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത് കേട്ടോ. 7 പോയിന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ് ഇഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യന്റ്ലി by providing competent and motivated employees. ഏറ്റവും കഴിവുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും നല്ല മോട്ടിവേറ്റഡ് ആയിട്ട് വെച്ചാൽ അത്രയും കോൺഫിഡന്റ് ഉള്ള, അല്ലെ, നല്ല കഴിവുകളുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് വളരെ ഇഫക്റ്റീവ് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യണം? സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണം, അല്ലെ. അതിനു വേണ്ടിയിട്ട് വളരെ കോമ്പീറ്റന്റ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുക HRMന്റെ ഫംഗ്ഷൻ ആണ്, അല്ലെ. നമുക്കറിയാം, നമ്മളിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ HR ഡിപ്പാർട്ട്മെന്റില്, അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അല്ലെ. നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത് അവരാണ് നമ്മുടെ ടാലന്റ് ഒക്കെ നോക്കി നമ്മളുടെ ആ ഒരു ജോലിക്ക് നമ്മൾ ആപ്റ്റ് ആണോ, നമ്മുടെ ടാലന്റും സ്കില്ലൊക്കെ അവര് നോക്കും, അല്ലെ. അതൊക്കെ നോക്കിയിട്ട് ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് അവരുടെ ആവശ്യം എന്താണ്? അവരുടെ ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും. അതിനു വേണ്ടിയിട്ട് ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള, ഏറ്റവും മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെ. അത് അവരുടെ ഒരു ലക്ഷ്യമാണ്, അല്ലെ. ടു ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു അറ്റൈൻ ഇറ്റ്സ് ഗോൾസ് effectively and efficiently by providing competent and motivated employees. Okay, clear ആണല്ലോ. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ടു യൂട്ടിലൈസ് ദ അവൈലബിൾ ഹ്യൂമൻ റിസോഴ്സസ് ഇഫക്റ്റീവ്ലി, അല്ലെ. ലഭ്യമായിട്ടുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സസിനെയും വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗപ്പെടുത്താം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ കഴിവുകള്, അവരുടെ സ്കില്ല്, അവരുടെ എബിലിറ്റി, അവരുടെ നോളജ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് HRMന്റെ ഫംഗ്ഷൻ ആണ്. ഓരോ ആളുകൾക്ക് ഓരോരോ രീതിയിലുള്ള കഴിവുകളും കാര്യങ്ങളും ആണ് ഉണ്ടായിരിക്കുക, അല്ലെ. ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ വ്യത്യസ്തമായിരിക്കും, അല്ലെ. ഓരോരുത്തരുടെ കാലിബർ ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോ അവിടെ ലഭ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതും HRMന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, പിന്നെ അടുത്ത എന്താണ്? ടു പ്രൊവൈഡ് ഓർഗനൈസേഷൻ വിത്ത് വെൽ ട്രെയിൻഡ് ആൻഡ് വെൽ മോട്ടിവേറ്റഡ് എംപ്ലോയീസ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ആണ്, അല്ലെ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള, വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെ. ഏറ്റവും ട്രെയിൻഡ് ആയിട്ടുള്ള, ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള, മോട്ടിവേറ്റഡ് ആയിട്ടുള്ള, നല്ല മൊറാലി കീപ്പ് ചെയ്യുന്ന ആളുകളെ, അങ്ങനെയുള്ള എംപ്ലോയീസിനെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അവിടുത്തെ HRM ആണ്, അല്ലെ. HRM ഡിപ്പാർട്ട്മെന്റ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ. പിന്നെ അടുത്തത് എന്താണ്? ടു ഇൻക്രീസ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, അല്ലെ. നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി ചെയ്യല് മാത്രമല്ല HRMന്റെ ഫംഗ്ഷൻ. നമ്മൾ നേരത്തെ മീനിങ് പഠിച്ചപ്പോ വ്യക്തിപരമായിട്ടുള്ള ലക്ഷ്യങ്ങളും നേടിയെടുക്കണം. ഇത് നമ്മൾ പ്രത്യേകം എടുത്തു പറയണ്ട, അല്ലെ. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ മാത്രമല്ല, എംപ്ലോയീസിനും അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെ. അവർക്കും എന്താണ്? അവർക്കും അവർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും. സോ ടു ഇൻക്രീസ് ദ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ, എംപ്ലോയീസിന്റെ സംതൃപ്തി, അതുപോലെ അവരുടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ, അവർക്കൊരു ആത്മസാക്ഷാത്കാരം ലഭിക്കണം, അത് വർദ്ധിപ്പിക്കാം. അതായത് അവരെ നമ്മൾ സ്ഥാപനത്തിന് വേണ്ടി ഉപയോഗിച്ചാൽ മാത്രമല്ല, അവർക്ക് ആ ജോലിയിൽ സംതൃപ്തിപ്പെടണം, അല്ലെ. അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണം. അത് ചെയ്യുന്ന ജോലിയിൽ അവർക്കൊരു ആത്മസാക്ഷാത്കാരം ഫീൽ ചെയ്യണം, അല്ലെ. അപ്പൊ അതാണ് അവിടെ പറയുന്നത്, എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും സെൽഫ് ആക്ച്വലൈസേഷനും ഇൻക്രീസ് ചെയ്യാം, വർദ്ധിപ്പിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ അവരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം, അവർക്ക് നല്ല നല്ല എന്താണ് ആനുകൂല്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ അവരുടെ സാറ്റിസ്ഫാക്ഷനും അവരുടെ സെൽഫ് ആക്ച്വലൈസേഷനും വർദ്ധിപ്പിക്കുക. ഓക്കെ, അടുത്തെന്താണ്? ടു ഡെവലപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, അല്ലെ. അവരുടെ ആ ഒരു വർക്ക് ലൈഫിന്റെ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യുക, നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു വർക്ക് ലൈഫ് ഡെവലപ്പ് ചെയ്യാം. നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാം, നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കാം, എപ്പോഴും അവരെ മോട്ടിവേറ്റഡ് ആയിട്ട് നിലനിർത്തണം, അല്ലെ. നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ അവരുടെ സാറ്റിസ്ഫൈ ചെയ്യാന്നുള്ളതും അതിന്റെ ഭാഗമാണ്, അല്ലെ. എങ്കിൽ മാത്രമാണ് അവർ എത്രയും പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ.
അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്താലാണ് നമ്മുടെ ഓർഗനൈസേഷന് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അങ്ങനെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അവരുടെ വർക്ക് ലൈഫ് ആ ഒരു ക്വാളിറ്റി അത് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ എന്താണ്? ടു കമ്മ്യൂണിക്കേറ്റ് HR പോളിസീസ് ടു ഓൾ എംപ്ലോയീസ്. എല്ലാ എംപ്ലോയീസിനോടും HR പോളിസികൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അല്ലെ. HR എന്തിനാ നമ്മൾ ഇങ്ങനെ പോളിസികളൊക്കെ നടപ്പിലാക്കണേ? അവിടുത്തെ ആ ഒരു സ്ഥാപനത്തിന്റെ വർക്ക് ഫ്ലോ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോളിസികൾ നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് എല്ലാ എംപ്ലോയീസിനും ആ HR പോളിസികളെ പറ്റിയിട്ട് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടായിരിക്കും അല്ലെ. അതിനനുസരിച്ചിട്ട് വേണം അവരവിടെ പ്രവർത്തിക്കാനായിട്ട്. അപ്പൊ ഈ പറയുന്ന എംപ്ലോയീസിനോട് HR പോളിസികൾ എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ അടുത്ത എന്താണ്? ടു ഇൻക്രീസ് ടു ദ ഫുള്ളസ്റ്റ് ദ എംപ്ലോയീസ് ജോബ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ. അതായത് നേരത്തെ പറഞ്ഞു തന്നെയാണ് എംപ്ലോയിയുടെ ആ ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതും HR-ന്റെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? അതായത് ഒരു സ്ഥാപനത്തിന് അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കോമ്പീറ്റന്റ് ആയിട്ടുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുക. ലഭ്യമായിട്ടുള്ള എല്ലാ ഹ്യൂമൻ റിസോഴ്സിനെയും എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഏറ്റവും ട്രെയിനഡ് ആയിട്ടുള്ള വെൽ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതോടൊപ്പം എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷനും അവരുടെ സെൽഫ് ആക്ച്വലൈസേഷനും വർദ്ധിപ്പിക്കുക. അവരുടെ വർക്ക് ലൈഫിന്റെ ക്വാളിറ്റി അത് ഡെവലപ്പ് ചെയ്യുക, അതിപ്പോഴും നിലനിർത്തുക. എംപ്ലോയീസുമായിട്ട് എല്ലാ HR പോളിസികളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ പരമാവധി അവരുടെ ആ ഒരു നേരത്തെ പറഞ്ഞ സാറ്റിസ്ഫാക്ഷനും സെൽഫ് ആക്ച്വലൈസേഷനും പരമാവധി വർദ്ധിക്കുന്നു. These are the main objectives of a human resource management. Clear ആണോ? ഓക്കെ ആണോ? അപ്പൊ നമ്മള് ഒബ്ജക്റ്റീവ്സ് ഒക്കെ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അതിനെന്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഒരു 14 പോയിന്റ് പഠിക്കാനുണ്ട്. എളുപ്പമുള്ള പോയിന്റുകളാണ്. നമുക്കൊരു 3 പോയിന്റുകൾ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അതിന്റെ ചെയ്യാം. നമുക്ക് എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? HR റിക്രൂട്ട്മെന്റ് നടത്തുന്നുണ്ട് അല്ലെ. റിക്രൂട്ട്സ് ആണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് റിക്രൂട്ട്സ് ഓർ ഹയേഴ്സ് ദ പീപ്പിൾ ടു ഫിൽ അപ്പ് ദ വേക്കന്റ് പൊസിഷൻസ് ഓഫ് ദ ഓർഗനൈസേഷൻ അല്ലെ. ഒരു ഓർഗനൈസേഷന്റെ നിലവിലുള്ള വേക്കന്റ് പൊസിഷനിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, ഹയർ ചെയ്യുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അത് ഇന്റർവ്യൂ ഒക്കെ നടത്തുന്നത് നമുക്ക് ആരെ ഇന്റർവ്യൂ നടത്തുന്നത്? HR മാനേജ്മെന്റ് ആണ് അല്ലെ. HR ഡിപ്പാർട്ട്മെന്റിലെ ആളുകളാണ് ആ ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്, നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്നതും അവരാണ് അല്ലെ. ഒരു ഓർഗനൈസേഷനിലെ വേക്കന്റ് പൊസിഷനിലോട്ട് ഈ പറയുന്ന ആളുകളെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു ഫംഗ്ഷൻ ആണ് അല്ലെ. സോ അതാണ് ഒന്നാമത്തെ HR റിക്രൂട്ട്സ്. Then test and interviews അല്ലെ. HR takes various tests and interviews to select the people. ഈ വരുന്ന ഇന്റർവ്യൂവിന് വരുന്ന എല്ലാ ആളുകളെയും അവിടെ അപ്പോയിന്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ടെസ്റ്റുകൾ നടത്തി ഇന്റർവ്യൂ നടത്തിയിട്ട് നമുക്ക് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വ്യക്തികളെ നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. സോ ടെസ്റ്റ് ആൻഡ് ഇന്റർവ്യൂസ് അത് ഒരു HR-ന്റെ പ്രത്യേകതയാണ് അല്ലെ. ടെസ്റ്റും ഇന്റർവ്യൂസും ഒക്കെ അതിന്റെ ഭാഗമാണ്. ഓക്കെ. അതെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ കണ്ടെത്തണം. ഓക്കെ. ദെൻ എന്താണ്? കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ്. ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ടോപ്പ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥാപനത്തിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഒക്കെയാണ് അല്ലെ. അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെ. HR ട്രൈസ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ടോപ്പ് മാനേജ്മെന്റ് in helping to formulate strategies to achieve the organizational goals. ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജികൾ രൂപീകരിക്കാനായിട്ട് ടോപ്പ് മാനേജ്മെന്റിനെ സഹായിക്കാനായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, അവരാണ് ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് അറിയാവുന്ന ആളുകൾ അവരാണ്. അപ്പൊ ആ ഒരു ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള സ്ട്രാറ്റജികൾ ഫോർമുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ടോപ്പ് മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ. ഇനി ഉണ്ട് കേട്ടോ നമുക്ക് പഠിക്കാനായിട്ട് 3 പോയിന്റ്സുകൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ്. ഈ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. H8 വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ജസ്നയൊക്കെ H8 ഉണ്ടായിരുന്നല്ലേ? ആ ജസ്നയാണോ അത്? ശരി. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഡൗട്ട്സിനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നാളത്തെ ക്ലാസ്
ഇത്രയും ഭാഗങ്ങൾ നല്ലോണം വായിക്കാം, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.